എന്താണ് പെരിമെനോപോസ്? ആർത്തവ വിരാമത്തിന് ഒരു വർഷം മുൻപ് മുതൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ഒരു വർഷം വരെയുള്ള കാലഘട്ടത്തിനെയാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. സ്ത്രീ ജീവിതത്തിലെ മൂന്നിലൊരു ഭാഗം ആരംഭിക്കുന്നത് ഈ പെരിമെനോപോസൽ കാലഘട്ടത്തിലാണ്. ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പുറമെ സാമൂഹികമായും കുടുംബത്തിലും ഉണ്ടാകുന്ന തങ്ങളുടെ റോളിലുള്ള മാറ്റങ്ങളും സ്ത്രീയെ സമ്മർദ്ദത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പെരിമെനോപോസ് കാലഘട്ടം മുതൽ തന്നെ സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് നാം പ്രത്യേക കരുതൽ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്? അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ. 30 വയസ്സിന് ശേഷം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം സാവധാനം കുറഞ്ഞു വരികയും 40 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം തീരെ തന്നെ കുറയുകയും 50 വയസ്സോടുകൂടി അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നിന്ന് ഹോർമോൺ ഉൽപ്പാദനം നിൽക്കുകയും മാസമുറ നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നോർമലായി ആർത്തവ വിരാമം സംഭവിക്കുന്നത്. ഇതുകൂടാതെ ചില സർജറികൾ, പ്രത്യേകിച്ച് അണ്ഡാശയം നീക്കം ചെയ്യുന്ന സർജറിയെ തുടർന്ന് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുപോലെ കീമോതെറാപ്പി, മറ്റ് അർബുദ ചികിത്സകൾ എന്നിവ ചെയ്യുന്നവർക്ക് ആർത്തവ വിരാമം നേരത്തെ സംഭവിക്കാം. ചില ഗർഭനിരോധന ഗുളികകൾ സ്വീകരിക്കുക വഴിയും ആർത്തവ വിരാമം നേരത്തെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്ക് 40 വയസ്സാകുമ്പോഴേക്കും ഈ ആർത്തവ വിരാമം സംഭവിക്കാം. അതിന് പ്രീമെച്വർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയും. എന്തൊക്കെയാണ് ആർത്തവ വിരാമ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസ്? പൊതുവെ പുരുഷന്മാരിലാണ് ഹൃദ്രോഗ സാധ്യത കൂടുതൽ. എന്നാൽ ആർത്തവ വിരാമത്തോടെ സ്ത്രീകളിലും ഹൃദ്രോഗ സാധ്യത കൂടുന്നു. ഈ ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഹൃദയത്തിന് ഒരു രക്ഷാകവചമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആർത്തവ വിരാമത്തോടെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാവുന്നതോടുകൂടി ഹൃദ്രോഗ സാധ്യതയും കൂടുന്നു. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തോടുകൂടി കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയും തന്മൂലം എല്ലുകളുടെ ബലം കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. തന്മൂലം പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു. 40 വയസ്സ് കഴിയുമ്പോഴാണ് ക്യാൻസർ സാധ്യതയും കൂടുന്നത്. അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ വൈകി വരുന്ന മാസമുറ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണ്. ഇത് തികച്ചും നോർമലാണ്, അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ഈ ലക്ഷണങ്ങളെല്ലാം പലരും ആദ്യം അവഗണിക്കും. രക്തസ്രാവം കൂടി വിളർച്ചയിലേക്ക് എത്തുമ്പോഴാണ് പലരും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അമിതമായ രക്തസ്രാവം ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണെങ്കിലും അത് ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകളുടെയോ കൂടി ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് കൃത്യസമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തുന്നത് നന്നായിരിക്കും.